തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗൾഫ് റൗണ്ടപ്പ്. ഷാർജ അൽ നഹദയിൽ 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചിക മണിയൻ സംഭവത്തിന് കുറച്ചുനാൾ മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നതായി തെളിഞ്ഞു. യുവതി ബന്ധുവായ ഗുരുവായൂർ സ്വദേശിനിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പൊതി ഏൽപ്പിക്കാൻ സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷമായിരുന്നു മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത്. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ബാങ്ക് ATM കാർഡുകൾ, നാട്ടിലെ ബാങ്ക് ലോക്കറിന്റെ താക്കോൽ, 1000 ദിർഹം എന്നിവയും പൊതിയിലുണ്ടായിരുന്നു. വിഭജികയുടെ സഹോദര ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് ഗുരുവായൂർ സ്വദേശിനി. താനും മകളും നാട്ടിലേക്ക് പോവുകയാണെന്നും തിരിച്ചു വരുന്നതുവരെ സൂക്ഷിക്കാനാണ് കൈമാറുന്നതുമെന്നുമായിരുന്നു സുഹൃത്തിനോട് വിഭജിക പറഞ്ഞിരുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുജോലിക്കാരി വിഭജികയുടെ ഭർത്താവിനെ ഫോൺ വിളിച്ചു വരുത്തി. വാതിൽ തുറന്നപ്പോഴാണ് രണ്ടുപേരും മരിച്ചതായി കണ്ടെത്തിയത്. ഈ സമയം നിതീഷ് വിഭജികയുടെ ഫോൺ കൈക്കലാക്കിയതും സംശയിക്കുന്നു. റോഡിന് ഇരുവശത്തുമുള്ള തെരുവിളക്കുകളുടെ പ്രകാശം കാരണം കഴിഞ്ഞ വർഷം പണി കിട്ടിയത് 30,000 വാഹനങ്ങൾക്ക്. രാത്രിയിലും റോഡിൽ വെളിച്ചമുള്ളതിനാൽ പല ഡ്രൈവർമാരും ഹെഡ്ലൈറ്റ് ഓണാക്കാൻ മറക്കും. തെരുവിളക്കിന്റെ വെളിച്ചത്തിൽ വാഹനം ഓടിച്ചതിന് 30,000 പേർക്കെതിരെയാണ് വിവിധ എമിറേറ്റുകളിൽ പിഴ ഈടാക്കിയത്. റോഡിൽ വെളിച്ചമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്ധ്യ കഴിഞ്ഞാൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് തെളിയിക്കണം. ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരിക്കുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡിൽ മക്ഷനിൽ രാവിലെ 7 മണിയോടെയായിരുന്നു ദാരുണമായ അപകടം സംഭവിച്ചത്. മരിച്ചവരിൽ 3 UAE പൗരന്മാരും 2 ഒമാൻ പൗരന്മാരും ഉൾപ്പെടുന്നു. പരിക്കേറ്റവരിൽ 9 UAE സ്വദേശികളും 2 ഒമാനികളും ഉണ്ട്. പരിക്കേറ്റവരിൽ 5 പേർ കുട്ടികളാണെന്നും ഇവരുടെ നില ഗുരുതരമല്ലെന്നും അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയുടെ ജനസംഖ്യ 3.5 കോടി പിന്നിട്ടതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷാവസാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ജനസംഖ്യയിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ കണക്കുകൾ അനുസരിച്ച് മൊത്തം ജനസംഖ്യയുടെ 55.6% സൗദി പൗരന്മാരാണ്. അതേസമയം 44.4% വിദേശികളാണ്. ലിംഗഭേദം അനുസരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 62.1% പുരുഷന്മാരും 37.9% സ്ത്രീകളുമാണ് രാജ്യത്തുള്ളത്. ഷാർജയിലെ ഫയ പ്രാചീന മേഖല യുനെസ്കോയുടെ ആഗോള പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായി. യുനെസ്കോ ആഗോള പൈതൃക പട്ടികയിലെത്തുന്ന UAEയുടെ 2ാമത്തെ സ്ഥലമാണ് ഫയ. 2,10,000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവാസം നിലനിന്നിരുന്നുവെന്ന് കരുതുന്ന ഷാർജയിലെ മരുഭൂമി പ്രദേശമാണ് ഫയ. കഴിഞ്ഞ വർഷം സാംസ്കാരിക ഭൂപ്രദേശങ്ങളുടെ പട്ടികയിൽ ഫയ ഇടം നേടിയിരുന്നു. ഈ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യത്തെ മരുഭൂ പൈതൃക മേഖലയാണിത്. അബുദാബി റോഡുകളിൽ വാഹനമോടിക്കുന്നവർക്ക് ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കണം. ചില പ്രദേശങ്ങളിൽ രാവിലെ 9 മണി വരെ കനത്ത മൂടൽമഞ്ഞുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 2025-26 അധ്യയന വർഷം മുതൽ സൗദി അറേബ്യ പൊതുവിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും സമഗ്രമായ ഒരു കൃത്രിമ ബുദ്ധി AI പാഠ്യപദ്ധതി നടപ്പിലാക്കും. വിദ്യാഭ്യാസ മന്ത്രാലയം, ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം, സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി എന്നിവയുടെ പങ്കാളിത്തത്തോടെ നാഷണൽ കരിക്കുലം സെന്റർ നയിക്കുന്ന ഈ സംരംഭം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ചട്ടക്കൂടിൽ AI സാക്ഷരത ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വധിക്കപ്പെട്ട ഇന്ത്യൻ നഴ്സ് നിമിഷപ്രിയ ഇന്ത്യൻ സർക്കാരിനോട് അടിയന്തരമായി ഇടപെട്ട് തന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് വൈകാരികമായി അഭ്യർത്ഥിച്ചു. ആക്ടിവിസ്റ്റായ ബാബു ജോൺ വെള്ളിയാഴ്ച NDTVയോട് സംസാരിക്കവേ നിമിഷപ്രിയ ഇന്ത്യൻ സർക്കാരിനോട്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വേഗത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി. നിമിഷ ഇന്ത്യൻ സർക്കാരിനോട് വേഗത്തിൽ ഇടപെടാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ താൻ രക്ഷിക്കപ്പെടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു, ജോൺ പറഞ്ഞു. മലയാളി യുവാവിനെ അബുദാബിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് ആലൂർ കുട്ടനാട് പാലക്കാപ്പറമ്പിൽ ബിജു ആണ് മരിച്ചത്. ജീവൻ ഒടുക്കിയതാണെന്ന് പ്രാഥമിക വിവരം. അബുദാബിയിൽ ഓഫീസ് ബോയായി ജോലി ചെയ്തു വരികയായിരുന്നു. പിതാവ് പരേതനായ വേലായുധൻ, മാതാവ് അയ്യ. നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.